അപ്പോൾ ഡോക്ടർ ബുഷറ, ഇപ്പുറത്തെ ആളെ പേര്? ഓക്കെ, രണ്ടുപേരും. പുത്തനത്താണി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ കല്ലിങ്ങൽ റൂട്ടിൽ, പുത്തനത്താണി തിരൂർ റൂട്ടിൽ അല്ലേ, പുതിയതായിട്ടൊന്നൊരു സ്ഥാപനം ഓപ്പണായി എന്നറിഞ്ഞു. ഒരുപാട് സന്തോഷം. ഈ ഒരു അന്തരീക്ഷം എന്തായാലും ഈ തിരക്ക് പിടിച്ച സമയത്ത് വാഹന പാർക്കിംഗ് വലിയ തടസ്സമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ ഉപകാരമാണ്. പിന്നെ നിങ്ങളെ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഞാനിതിലൂടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടികളെ ആയിട്ട് ബന്ധപ്പെട്ടെ, ഇപ്പോൾ കുട്ടികളെ നന്നേ ചെറുപ്പം മുതലേ പല്ലുകൾക്ക് ഡാമേജ് വരുന്ന വിഷയങ്ങളുണ്ട്, പല്ല് പൊട്ടി പോകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടെ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ രക്ഷിതാക്കൾ എന്ന നിലക്ക് അവർ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന അവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സന്ദേശം നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഒന്ന് വിവരിക്കാമോ? നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആദ്യം വേണ്ടത് ചെറുപ്പം മുതലേ ടൂത്തിന്റെ ഇറപ്റ്റിംഗ് ടൈം മുതലേ കെയർ ചെയ്യാന്നുള്ളതാണ്. ഇറപ്ഷൻ മുതലേ നേറ്റില് തുടങ്ങുന്ന ഒരു കെയറിംഗ് ആണ്. പല്ല് വരുന്നതിനെ പറ്റില്ല, അതിന്റെ ടൈമിംഗ് ആണെങ്കിലും അങ്ങനെ വേ ഓഫ് ഗ്രോത്ത് പല്ല് എല്ലാം വരുന്നത് വന്നു കഴിഞ്ഞാലും ക്ലീൻ ആക്കുക എന്നുള്ളത് മെയിൻ ആയിട്ട്. ഈവൻ ഫീഡിങ് വരെ നമ്മൾ ബോട്ടിൽ ഫീഡിങ് എല്ലാം ഈ പല്ലിന്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം. കണ്ടിന്യൂസ് ആയിട്ട് ബോട്ടിൽ ഫീഡിങ് വരുന്നവർക്കൊക്കെ കൂടുതലായിട്ട് കാരീസ് കേടും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതുപോലെ നമ്മളെ എല്ലിന്റെ ഗ്രോത്ത് അതൊക്കെ നമ്മൾ ഈ ഒരു കുട്ടികളിൽ നിന്ന് തന്നെ കറക്റ്റ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ്. ബോൺ പരമായിട്ടും ജനറ്റിക് പരമായിട്ട് കിട്ടുന്ന കുറെ ബോൺ ഡിഫോമിറ്റീസ് ഉണ്ടാവും, താടൊക്കെ നീളം കൂടുതലുള്ളതൊക്കെ. അതൊക്കെ നമുക്ക് ഈ ഒരു ഗ്രോയിങ് ഏജിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ അതായത് ടൈമിൽ കൺസൾട്ടേഷനും കാര്യങ്ങളും ഡോക്ടർമാരായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ കുട്ടികളാവുമ്പോൾ നമ്മൾ അവർ നന്നായിട്ട് ചോക്ലേറ്റ് ഐറ്റംസ് ആണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ക്വാളിറ്റി ഉള്ള എല്ലാത്തും എന്തും വാരി കൈക്കൊരും. മിഠായി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവം. അപ്പോൾ ഈ മിഠായി ഉപയോഗിക്കുന്നത് പല്ലിന് ഭയങ്കര ഡാമേജ്, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു യഥാർത്ഥം? എന്താ? മധുരം അതിൽ വായിലുള്ള അണുക്കൾക്ക് ഗ്രോത്ത് ചെയ്യാൻ കൂടുതൽ ഫ്ലേവർ ചെയ്യും. പല്ലിന് സ്റ്റിക്കി ടൈപ്പ് ആയതുകൊണ്ട് പല്ല് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യും. അപ്പൊ അത് അതിനുള്ള അറ്റ്മോസ്ഫിയർ പല്ലിനെ കേട് വരുത്താനുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൂട്ടും. അത് കഴിച്ചാലും അത് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം അങ്ങനെ സംഭവിക്കും. കുട്ടികൾ അങ്ങനെ മിഠായി കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും അതിനുശേഷം വായ നന്നായിട്ട് ബ്രഷിങ് നമ്മൾ കുട്ടികളിൽ ശീലിപ്പിക്കേണ്ട സാധനം അഡാപ്റ്റ് ആയി കൊണ്ടുവരണം. മെയിനായിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പും ഈ ബ്രഷ് ചെയ്തതിന്റെ ശേഷം ഒന്നും കഴിക്കാണ്ടിരിക്കാൻ, വേറെ ഫുഡോ കാര്യങ്ങളോ അതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ബെഡ് ടൈം പോകുന്ന ടൈം ഫുൾ ബ്രഷ് ചെയ്ത് ഫുൾ ക്ലീൻ ആണെന്നുള്ളത് ഉറപ്പുവരുത്തൽ പാരന്റ്സിൽ ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് നല്ല ഹെൽത്ത് വരാൻ, പല്ലിന് നല്ല ഹെൽത്ത് ആയിട്ട് ഇരിക്കാൻ നല്ല എഫക്റ്റീവ് ആണ്. പല്ലിനെ സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രഷിംഗ് എന്നുള്ളതാണ്. ഈ രാത്രി നമ്മൾ കുട്ടികൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ബ്രഷ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഏകദേശം ഇങ്ങനെ നേരത്തെ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ചെറിയ സൂചന ഇത് തന്നു. അതായത് ഈ രാത്രിയിലെ പല്ല് തേക്കുന്നതും കാലത്ത് നമ്മൾ എഴുന്നേറ്റ ഉടനെ ബ്രഷ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് രാത്രി ബ്രഷ് ചെയ്യുക എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? നൈറ്റ് നമ്മൾ മോർണിംഗ് ടൈമിൽ പറഞ്ഞാൽ ഒരുപാട് ടൈം വാട്ടർ വാഷും നമ്മൾ കഴിക്കുമ്പോഴും അതിൽ ഇൻട്രപ്ഷൻ വരും. ഈ വായയില് വാട്ടർ വരുമ്പോൾ അതിലുള്ള അണുക്കൾക്ക് വളരാനുള്ളതിന്റെ ഒരു ഇൻട്രപ്ഷൻ വരുന്നോണ്ട് അതെപ്പോഴും ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. നൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ കിടക്കുമ്പോൾ ബ്രഷിംഗ് ഇല്ലാണ്ട് കിടക്കുമ്പോൾ അത് ആ പല്ലിൽ സ്റ്റിക്കി ആയിരിക്കും. അത് വായയിലുള്ള അണുക്കൾക്ക് വളരാനുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുകയും ചെയ്യും. അത് പല്ലിനെ വേഗം നശിപ്പിക്കുകയും ചെയ്യും. അത് അവർക്ക് തടസ്സങ്ങളില്ലാതെ പ്രവർത്തിക്കാനുള്ള അവസരമാണ് അവർക്ക്. ആ സമയത്ത് അവർ നന്നായിട്ട് വർക്ക് ചെയ്യും. ഗ്രോത്തിനെ അഫക്ട് ചെയ്യാണ്ട് അവർക്ക് ചെയ്യും. കാരണം നമ്മൾ ഉറങ്ങുകയാണ്, അപ്പൊ അവർക്ക് അവർ നല്ലൊരു അറ്റ്മോസ്ഫിയർ, അപ്പൊ അവിടെ ചോക്ലേറ്റ്സ് അങ്ങനെ ഫുഡിന്റെ അംശങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കത് നല്ലൊരു ഗ്രോത്ത് കൾച്ചർ എന്ന് പറയുന്നത്, നല്ലൊരു ഗ്രോത്ത് ഇതിനുള്ള അണുക്കൾക്കുള്ള ഒരു ഫ്ലേവർ കണ്ടീഷൻ വരുവാണ്. അപ്പൊ നിർബന്ധമായിട്ടും കുട്ടികൾ എന്താ പറയാ ഉറങ്ങുന്നതിന് മുമ്പ്, ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് രക്ഷിതാക്കൾ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെറുപ്പത്തിൽ ശീലിച്ചാൽ ഒരു വളർച്ചയിലും പല്ലുള്ള കുട്ടികൾക്കെന്നല്ല, ഇപ്പൊ നമ്മള് പല്ല് വരുന്നതിന് മുമ്പേ നമ്മൾ ഫിംഗർ ബ്രഷിംഗ് ഒക്കെ ഉണ്ട്. പല്ല് വരുന്ന മോണ നമ്മള് വിരൽ വെച്ചിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഫീഡിങ് മദറിന് അങ്ങനത്തെ ഫീഡിങ് ആയിട്ടുള്ള കുട്ടികൾക്ക് ബോട്ടിൽ ഫീഡിംഗ് ഒക്കെ ഇത് വായിൽ ഇരിക്കാണ്ടിരിക്കാന് നമ്മള് വിരൽ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആ കുട്ടികളെ ആ സെക്ഷനിൽ അങ്ങനെ വരുന്നു. പിന്നെ ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഇനിയിപ്പോ? നമുക്ക് എല്ലാ ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. ഡെന്റലിന്റെ ഓർത്തോ ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. ഓർത്തോന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഡോക്ടർ. ഓർത്തോന് അല്ല ഇപ്പൊ അതിൽ തന്നെ കുറെ അഡ്വാൻസ്ഡ് ടൈപ്പ് ഉണ്ട്. ഓർത്തോ വയറ് വെച്ച്
ബ്രാക്കറ്റ്സ് ഇല്ലാണ്ട് ചെയ്യുന്ന അലൈനർ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് ബ്രാക്കറ്റ്സ് വെയർ ചെയ്യാൻ മടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് ഈ അലൈനർ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ റൂട്ട് കനാല്, പല്ലിനെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു പല്ലിന് എന്തെങ്കിലും കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ലാസ്റ്റത്തെ ഓപ്ഷനാണ് പല്ല് പറിക്കുക എന്നുള്ളത്. കാരണം ഒരു പല്ലിനെ പറിച്ചിട്ട് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രിസർവ് ചെയ്യണേക്കാട്ടി റൂട്ട് കനാൽ ചെയ്ത് ടോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. ലാസ്റ്റ് ഓപ്ഷൻ തീരെ ഹോപ്പില്ലാത്ത ടൂത്ത് മാത്രമേ നമ്മൾ പല്ല് പറിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. കാരണം പല്ല് റീപ്ലേസ്, ഒരു പല്ല് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പല്ലിനെ വരെ അത് ബാധിക്കും. ആ പല്ല് ഇങ്ങോട്ട് ഇറങ്ങാനും നമ്മൾ ആ ബൈറ്റിന്റെ ഇത് പോവാനും എല്ലാം. പല്ലിന്റെ മിസ്സിങ് ഫേഷ്യലിന്റെ ഷേപ്പിനൊക്കെ നന്നായിട്ട് ഉള്ളതാണ്. അതായത് ഈ പല്ല് മിസ്സാവുന്നത് പല്ലാണ് നമ്മളെ ഫേസിന്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ തന്നെ തീരുമാനിക്കുന്നത്. പല്ലിന്റെ മിസ്സിങ് ഒട്ടാൻ നമുക്ക് ഏജിങ് തോന്നിക്കാനൊക്കെ ഒരു ഇമ്പോർട്ടന്റ് മുത്തശ്ശിമാരൊക്കെ കാണുമ്പോൾ നമുക്കത് ഫീൽ ആവുമല്ലോ. നമ്മള് പല്ലില്ലാണ്ടാവുമ്പോ കവളൊട്ടി പോകുമ്പോ അത് നമ്മളെ ഏജ് ഫാക്ടർ ഉള്ളതിൽ കൂടുതൽ കാണിക്കാം. അപ്പൊ ഈ പല്ല് ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളെ ബാധിക്കുന്നുണ്ട്. ഈ കാരണം സൗന്ദര്യത്തെ കുറിച്ച് വളരെ ആദ്യമോടെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ ജനറേഷൻ നമ്മളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗുരുതരമായ ചില വിഷയങ്ങൾ അതിന്റെ പുറകിൽ വരാനുണ്ട്. ഈ അസ്ഥികളുടെ വളർച്ച കൂടുതൽ വരുന്നതും കുറയുന്നതും നമ്മുടെ ഫേസിന്റെ ആ ഒരു നാച്ചുറൽ ഭംഗി നഷ്ടപ്പെടാൻ കാരണമായി മാറും. അതിനൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് അതിലാണ് ഈ ചൈൽഡ് ട്രീറ്റ്മെന്റ് പറയുന്നത്. 16 ഇയേഴ്സിന്റെ ഉള്ളിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ഗ്രോത്ത് ഡിഫോമിറ്റീസ് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. കുറെ ഹാബിച്വലായിട്ട് വരുന്നവരുണ്ടാവും. വിരല് വായിൽ ഉറങ്ങുന്ന സ്ഥിരമായിട്ട് അവർക്കൊക്കെ ഈ ഓപ്പൺ മൗത്ത് എന്ന് പറയും, ഓപ്പൺ ബൈറ്റ് എന്ന് വരും. ഇങ്ങനെ ഇത് ഹാബിറ്റ് കാരണം വരുന്നത്. അതൊക്കെ നമുക്ക് നമ്മളപ്പം മൈൻഡ് ആക്കാൻ വിടുന്ന കാര്യങ്ങളാണ്. വിരല് അത് ഒരു ഏജ് ചെയ്യാൻ മാറിക്കോളും. പക്ഷെ ആ ഒരു അതുകൊണ്ട് വരുന്ന ഒരു ഹാബിറ്റ്, ഒരു ഡിഫോമിറ്റി, അത് അപ്പൊ ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ നിൽക്കും. അത് പിന്നെ ഒരു 18 ഇയേഴ്സിന് ശേഷം സർജറി കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതോ ഒക്കെ ആയിട്ടാ വരിക. അതൊക്കെ നമുക്ക് ഒരു വളർച്ചയുടെ സമയത്ത് തന്നെ അതിപ്പോ എന്ത് ഹാബിറ്റ് അൺയൂഷ്വൽ ആയിട്ടുള്ള ഹാബിറ്റ് ഒക്കെ കറക്റ്റ് ചെയ്താൽ അതെല്ലാം ഈ ഫേഷ്യൽ സ്ട്രക്ചറിനെ ബാധിക്കും. അപ്പൊ അത് കുട്ടികൾ ഈ കൈ നിസ്സാരമാക്കി തള്ളിക്കളേണ്ട വിഷയമല്ല. ഒരിക്കലും 4 ഇയേഴ്സ് കഴിഞ്ഞാൽ അബ്നോർമൽ ആണ്. 4 ഇയേഴ്സ് വരെ നമ്മൾ നോർമൽ ഗ്രോത്തിങ് ഏജിലുള്ള 4 ഇയേഴ്സ് കഴിഞ്ഞാൽ അബ്നോർമൽ. അതിനുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകൾ പലതും ഉണ്ട്. അതിലും മാറാത്തത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പ്. ഇനി അത് വന്നു കഴിഞ്ഞു വിചാരിച്ചു ഇപ്പൊ ഒരു 8-9 ഇയേഴ്സ് 10 ഇയേഴ്സ് ആയി ഇത് ഹാബിറ്റ് ഇതുകൊണ്ട് ഇതിങ്ങനെ വന്നല്ലോ വെച്ചാൽ അത് ആ ഒരു അതിനും നമുക്ക് കറക്ഷൻ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട നല്ലൊരു വിശദീകരണം തന്നു. ഇനി ഇപ്പുറത്തെ ഒരാളും കൂടെ ഉണ്ട്, അവരും കൂടി ആയിട്ടൊന്ന് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.